ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കഴിഞ്ഞ മാസം, അതായത് മാർച്ച് മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള ടോപ്പ് 10 വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് ഈ ലിസ്റ്റും അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിസ്റ്റാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് വണ്ടി നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസിങ് ആയിരിക്കും. എന്തായാലും നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോനും രണ്ടും കൂടെ കമ്പൈൻഡുള്ള സെയിൽസാണ്. കഴിഞ്ഞ മാസം ഇതിന് 14,578 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിലാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2025 മാർച്ചിൽ നോക്കുകയാണെങ്കിൽ 13,913 വാഹനങ്ങളുടെ സെയിലായിരുന്നതിന് കിട്ടിയത്. 665 വാഹനങ്ങളുടെ വ്യത്യാസം 4.78% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഭയങ്കര വലിയ ഗ്രോത്ത് റേറ്റ് ഒന്നുമില്ല. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി സ്കോർപിയോ ആണ്. പക്ഷേ അഗെയിൻ അത് ഈ വണ്ടിയുടെ ഒരു സൈസ്, പ്രൈസ്, എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴും ഈ ഒരു സെയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീര സെയിൽ തന്നെയാണ്. അഗെയിൻ ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നതാണ്. പിന്നെ മഹീന്ദ്രയുടെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വാഹനം സ്കോർപിയോ ആണ്. ഇതിൻ്റെ താഴത്തെ 7XOയും താറും മറ്റേ വണ്ടികളൊക്കെ വരുള്ളൂ. ഇനി നമ്മുടെ 9th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ ദിവസം 15,540 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 13,669 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 1,871 വാഹനങ്ങളുടെ വ്യത്യാസവും 13.69% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതും ഭയങ്കര ഹൈ ഗ്രോത്ത് അല്ല. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇതാണ്. പക്ഷേ അഗൈൻ ഇതിൻ്റെ സെയിൽസ് ഭയങ്കര കൺസിസ്റ്റൻ്റ് അല്ല. ചില മാസങ്ങളിൽ 20,000 22,000 വെച്ചൊക്കെ ഇവർ വിൽക്കും. ചില മാസങ്ങൾ 15,000 പോകും. ചില മാസങ്ങളിൽ 12,000 10,000 ആ റേഞ്ചിലോട്ടും പോകാറുണ്ട്. പിന്നെ ചില മാസങ്ങളിൽ നമ്മുടെ ബലെനോയുടെ സെയിൽസിന് ഇത് ഓവർടേക്ക് ചെയ്യാറുണ്ട്. എസെൻഷ്യലി ഇത് ബലെനോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ ആണ്. പക്ഷേ ചിലപ്പോൾ ബലെനേക്കാൾ കൂടുതൽ സെയിൽസ് വരും, ചിലപ്പോൾ അതിനൊക്കെ കുറവ്, അങ്ങനെയൊക്കെയാണ്. ഇനി നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബ്രസ്സാണ്. ഇതിന് കഴിഞ്ഞ മാസം 16,130 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 16,546 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 416 വാഹനങ്ങളുടെ വ്യത്യാസവും 2.51% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ലിസ്റ്റിലാണെങ്കിൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ആകപ്പാടെ 3 വണ്ടികളേ ഉള്ളൂ. അതും ഭയങ്കര ഹൈ ഡീഗ്രോത്ത് ഒന്നും അല്ല. ഇതിലിപ്പോൾ ഈ 2.51 എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ബ്രസയ്ക്കാണ് ഈ ലിസ്റ്റിലുള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് ഉള്ളത്. സോ ബാക്കിയെല്ലാം അതിനും കുറവാണ്. സോ വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഡീഗ്രോത്ത് എന്ന് തന്നെ നമുക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് അത് സത്യം പറഞ്ഞാൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സെയിലായിട്ട് നമുക്ക് പറയാവുന്നുള്ളൂ. 400 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര വലിയ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മൾ ഫ്രോങ്സിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ. ചില മാസങ്ങളിൽ ഫ്രോങ്സിനായിരിക്കും സെയിൽ കൂടുതൽ, ചില മാസങ്ങളിൽ ബലെനോയ്ക്കായിരിക്കും സെയിൽ കൂടുതലെന്ന്. കഴിഞ്ഞ മാസം ബലെനോയ്ക്കാണ് കൂടുതൽ സെയിൽ വന്നിരിക്കുന്നത്. 16,392 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 12,357 വാഹനങ്ങൾ സെയിലാണ് വന്നത്. അതായത് 4,035 വാഹനങ്ങളുടെ വ്യത്യാസം 32.65% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇംപ്രസീവ് ഗ്രോത്ത് ആണ്. നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ബലെനോ. അത് ഇപ്പോൾ ഈ ലിസ്റ്റ് എന്ന് പറയുമ്പം നമുക്കിത് അത്യാവശ്യം എല്ലാ വണ്ടികളും ഹൈ വോളിയം സെയിൽസ് ആയതുകൊണ്ട് തന്നെ, ആൻഡ് അഗൈൻ ഇയർ ഓൺ ഇയർ പെർസെൻറ്റേജ് എടുക്കുന്നുണ്ട്. ഈ 32 എന്ന് പറയുന്നത് ഭയങ്കര വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും. പക്ഷെ എന്നാലും ആവശ്യത്തിനുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൻ്റെ സെയിലിൽ വന്നിട്ടുണ്ടെന്ന് പറയാം. ഇതിൻ്റെ സെയിലും അത്ര കൺസിസ്റ്റൻ്റ് അല്ല. ചില മാസങ്ങളിൽ 12,000 13,000 അങ്ങനെ പോകും. ചില മാസങ്ങളിൽ 18,000 20,000 അങ്ങനെയും പോകും. ഫ്രോങ്സും ബലെനോ എല്ലാം ഏകദേശം ഈ റേഞ്ചാണ്. അതുപോലെ തന്നെ ഇടയ്ക്കൊരു കാലത്ത് നല്ല കിടിലൻ സെയിൽസ് കൺസിസ്റ്റൻറ്റ് സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ വാഗണർ ആയിരുന്നു. ഇതിന് കഴിഞ്ഞ മാസം 17,025 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലതാണ്. കഴിഞ്ഞ വർഷം മാർച്ചിലും 17,175 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. സോ ഒരു 150 വാഹനങ്ങളുടെ വ്യത്യാസവും 0.87% ഡീഗ്രോത്ത് റേറ്റേ ഉള്ളൂ. ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. ആൻഡ് ഏറ്റവും കൺസിസ്റ്റൻറ്റ് സെയിൽ വന്നിരിക്കുന്നത് സർപ്രൈസിംഗ്ലി വണ്ടിക്കാണ്. പക്ഷേ ചില മാസങ്ങളിൽ ഇതിന് 12,000 13,000 വരെ പോകാറുണ്ട്. 2024 ഫൈനാൻഷ്യൽ ഇയറിലെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയും വാഗണർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. 15,000 ആ റേഞ്ചിലൊക്കെയാണ് നോർമലി ഇതിന് സെയിൽ വരാറുള്ളത്. ഇതിൻ്റെ സ്പോട്ട് മാരുതിയുടെ തന്നെ വേറെ പല വണ്ടികൾ അങ്ങോട്ട് ഏറ്റെടുത്തു. ഏതാണ് എന്ന് നിങ്ങൾക്ക് അധികം വേഗത മനസ്സിലാവും. പിന്നെ സ്വിഫ്റ്റ് എന്തായാലും ഈ ലിസ്റ്റിലില്ല, അത് നിങ്ങൾ നോക്കിയിരിക്കേണ്ട. ഇനി 5th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി കുറച്ചുകൂടെ സർപ്രൈസിംഗ് ആണ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഹാച്ച് ബാക്സ് SUVs എല്ലാത്തിനും ഓവർടേക്ക് ചെയ്തിട്ട് എർട്ടിക മുകളിലേക്ക് കയറിയിട്ടുണ്ട്. 17,072 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. കഴിഞ്ഞ വർഷം മാർച്ചിലും 16,804 വാഹനങ്ങൾ സെയിലാണ് ഇതിന് വന്നത്. അതായത് 268 വാഹനങ്ങളുടെ വ്യത്യാസവും 1.59% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് ഗ്രോത്ത് വന്നിരിക്കുന്ന വണ്ടി എർട്ടികയാണ്. പക്ഷേ ഡസൻ മാറ്റർ, കാരണം 17,000 സെയിൽ കിട്ടുന്ന വേറൊരു ഒറ്റ 7 സീറ്റർ MPV നമുക്ക് ഈ ലിസ്റ്റിൽ കാണാൻ പറ്റില്ല. ഈ ലിസ്റ്റ് എന്നുള്ളതല്ല, 10,000 മുകളിലുള്ള 7 സീറ്റർ MPVs പോലും അത്രയും സെയിൽ കിട്ടുന്ന വേറെ വണ്ടികളില്ല. അതുകൊണ്ട് മാരുതി എന്തായാലും വേറെ കോമ്പറ്റീഷനൊന്നും ഈ വണ്ടിക്ക് ഡയറക്റ്റ് റൈവൽസ് ഇല്ല. പക്ഷെ ഉണ്ടായിരുന്ന കാലത്തും ഇതിൻ്റെ അത്ര സെയിൽ പിടിച്ചേക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാം. ഇതിപ്പോൾ കൂടുതൽ ടാക്സി സെഗ്മെൻറ്റിലോട്ടൊക്കെയാണ് ഈ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ഇനി നമ്മുടെ അടുത്ത ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ക്രെറ്റയും ക്രെറ്റ ഇലക്ട്രിക്കും ആണ്. 17,838 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ക്രെറ്റയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു കുറേ മാസങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം 18,000 റേഞ്ചിൽ കൺസിസ്റ്റൻ്റ് ആണ്. അതായത് ഒന്നിക്ക് 17,500 മുകളിലായിരിക്കും, അല്ലെങ്കിൽ 18,500 താഴെ ആയിരിക്കും. സോ വളരെ നല്ല സെയിലാണ്. ആൻഡ് ഇനി കഴിഞ്ഞ വർഷം എടുക്കുകയാണെങ്കിൽ പോലും 18,059 വാഹനങ്ങളുടെ സെയിലാണ്. 221 വാഹനങ്ങളുടെ വ്യത്യാസം 1.22% ഡീഗ്രോത്ത് റേറ്റേ ഉള്ളൂ. ഡീഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി കറക്റ്റ് ആണെന്ന് പറയും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും ഇത്രയും സെയിൽ കിട്ടുന്ന വേറൊരു അബവ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി വരുന്നില്ല. ഇതിൻ്റെ അത്രയും അടുത്തായിട്ട് പോലും 15,000 വരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് മുകളിൽ നമ്മുടെ വിക്ടോറിയസ്, ഗ്രാൻഡ് വിറ്റാര അതിന് പോലും വന്നിട്ടില്ല. സോ അഗൈൻ അതും ഇമ്പ്രസീവാണ്. ഇനി തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായും മാരുതി സുസുക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഹ്യുണ്ടായി വൈദവേ ആകെ ക്രെറ്റ മാത്രമേ ലിസ്റ്റിലുള്ളൂ. പക്ഷേ ടാറ്റയ്ക്ക് തേർഡ് പൊസിഷനിൽ നെക്സോൺ ഉണ്ട്. 19,810 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത്. കഴിഞ്ഞ വർഷം 16,366 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതത്ര കുറവൊന്നുമല്ല. 3,444 വാഹനങ്ങളുടെ വ്യത്യാസവും 21.04% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ആവശ്യത്തിന് നല്ല ഗ്രോത്താണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നിരിക്കുന്ന വണ്ടിയും നെക്സോൺ തന്നെയാണ്. ആൻഡ് ഓവറോൾ എടുക്കുകയാണെങ്കിലും 20,000-അടുത്ത് സെയിൽ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സെയിലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ വണ്ടി ഇപ്പോൾ 2025 തൊട്ടാണ് നെക്സോണിൻ്റെ സെയിൽസ് പിക്കപ്പ് ചെയ്ത് തുടങ്ങിയത്. 26-ലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 20,000-അടുത്തൊക്കെ ആയിട്ട് നല്ല സെയിൽ കിട്ടുന്നുണ്ട്. ഇനി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ പഞ്ചാണ്. ഈ വണ്ടിക്കും ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം 25-ൽ ഇതിൻ്റെ സെയിൽ കുറച്ച് ഡള്ളായിരുന്നു. 24-ലെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി പഞ്ചായിരുന്നു. പക്ഷെ എന്നാൽ പോലും 25-ൽ 12,000, 13,000, 14,000 ആ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും 26 തുടങ്ങിയപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല സെയിലുണ്ട്. കഴിഞ്ഞ മാസമാണെങ്കിൽ പോലും 20,977 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 17,714 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തിലെ അത്യാവശ്യം ഒരു ബെസ്റ്റ് സെല്ലിംഗ് സെയിൽസ് ഫിഗർ ആയിരുന്നു. എന്തായാലും കമ്പയർ ചെയ്യുമ്പം 3,263 വാഹനങ്ങളുടെ വ്യത്യാസവും 18.42% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രോത്താണ്. ടാറ്റയുടെ 2 വണ്ടികൾ ഈ ഒരു ലിസ്റ്റിലുണ്ട് എന്ന് നമുക്ക് പറയാം. സോ അതും വളരെ നല്ലൊരു കാര്യമാണ്. ഇനി നമ്പർ 1 സ്പോട്ടിലാണ് ഏറ്റവും രസമുള്ളത്. ഡിസയർ ആണ് ഇവിടെ നിൽക്കുന്നത്. ഇൻഫാക്ട് 2025-ലെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ഡിസയർ ആയിരുന്നു. 2025 ഫൈനാൻഷ്യൽ ഇയറിലെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയും ഡിസയർ ആയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. 3 സിലിണ്ടർ ആക്കി എന്തൊക്കെ ആക്കിയെന്ന് പറഞ്ഞാലും ആവശ്യത്തിന് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. സൺറൂഫും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തു. ആൻഡ് നല്ല മൈലേജ് ഉണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും പിന്നെ സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് ഡിസൈൻ അവരെടുത്ത് മാറ്റിയിട്ട് ഡിസയറിനൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഡിസൈനും കൊടുത്തു. അതോടെ ഇതിൻ്റെ സെയിൽസ് ഫിഗർ നന്നായിട്ട് കയറി പിക്കപ്പ് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ മാസം 21,224 വാഹനങ്ങളുടെ സെയിലുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 15,460 വണ്ടിയുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് വലിയ കുഴപ്പമില്ല. ഈ പുതിയ വണ്ടി വരുന്നതിന് മുന്നുള്ള സെയിലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കമ്പയർ ചെയ്യുമ്പോൾ 5,764 വാഹനങ്ങളുടെ വ്യത്യാസവും 37.28% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മൾ ഈ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇത് തന്നെയാണ്. സോ ഡിസയർ എന്തായാലും സെയിൽസിൻ്റെ കാര്യത്തിൽ നല്ല സോളിഡായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.